ജീവിതത്തിലെ ഇടിയുമായിട്ടുള്ള ഇതിന്റെ ഒരു കണക്ഷൻ ഒത്തിരി ഇടി കയറി ഇത് സിനിമയുടെ ഇടിയാണ്, അതിന് ഓർമ്മിപ്പിക്കാനാണ് ഈ കോട്ടൺ സൈസ്. ഇത് സിനിമയുടെ ഇടിയാണ്. അതായത് ഇപ്പം നമുക്ക് ചുമ്മാ നമ്മൾ എപ്പോഴും ഒരു പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഇ ഡി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇ ഡി എന്ന് പറയുന്നത്. ഇതിപ്പം അതുകൊണ്ടിട്ടാണ് അത് ആ ഇടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ ഡീസന്റ് എന്ന്. കാരണം നാളെ ഇടുന്ന ലെറ്റർ വരാൻ പാടില്ലല്ലോ. നല്ല ഹിറ്റൊക്കെ ആയി കഴിയുമ്പോൾ വരട്ടെ, ഇങ്ങനെ ലൈക്സോ ഇടിയോ ആർക്ക് വേണേലും വരാലോ. സുരാജേട്ടന് ടൈറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞതിനകത്ത് എല്ലാവരും പറഞ്ഞ സുരാജേട്ടൻ എന്ന് പറഞ്ഞ അൺപ്രഡിക്റ്റബിൾ സ്റ്റാർ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ദശമൂലം ദാമു അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരും, അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് സുരാജേട്ടൻ ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാനായിട്ട് നോക്കും. കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. സംഭവിക്കട്ടെ. പല്ലോട്ടിയും അതുപോലെ തന്നെ കൽബും ഒക്കെ ചെയ്ത ഷാരോണിന്റെ മൂന്നാമത്തെ സിനിമയാണ് ഷാരോൺ. അതെ 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 ലക്ഷദ്വീപിന്റെ തേർഡ് ഫിലിമാണ്. അപ്പോ രണ്ട് ഫിലിമും ഭയങ്കര ഡിഫറെന്റ് കൈൻഡ് ഓഫ് നമ്മുടെ ആണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇതും അതുപോലെ തന്നെ ഖൽബാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് അതില്. പക്ഷെ ഇതിലേക്ക് വരുമ്പോ കഥയ്ക്ക് എന്താണ് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു ടീമാണിത്. എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. രാജനല്ലേ വിളിക്കുന്നത്, ആക്ടർ കം പ്രൊഡ്യൂസർ കൂടെയാണ്. നമ്മളെല്ലാം അങ്ങ് മനസ്സ് തുറന്ന് പറയും. പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറം വിളിക്കണം. നമ്മളവിടെ നിന്നിട്ട് ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത്. ഇതിനെ പോസിറ്റീവ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പുള്ളി മാം പറഞ്ഞത് 100% കറക്റ്റാണ്. അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് ബിനു ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കോട്ട് ഇട്ടത് കൊണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കോട്ടിന് ഓരോന്നിനും 650 വെച്ച് ലിസ്റ്റിൻ ചേട്ടൻ റെന്റ് അടയ്ക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട്, ചെറുതായിട്ട് കയ്യിൽ ചൊറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത്. പുള്ളി റെന്റഡ് അല്ല, പുള്ളിയുടെ സ്വന്തമാണത്. ബിനു മാത്രമാണോ ബിനുവിന്റെ കുടുംബം സൈക്കോ ആണോ? ബിനു മാത്രമാണോ ബിനുവിന്റെ കുടുംബത്തിൽ എല്ലാവരും സൈക്കോ ആണോ? അല്ല, സൈക്കോ നേരത്തെ നമ്മൾ പറഞ്ഞോളൂ, ഇതങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ പറ്റുന്നതല്ല. ഒരു ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ക്യാരക്ടർ ഫ്ലേവറിന് അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. സിനിമ അവസാനിക്കുമ്പോൾ മഞ്ഞക്കാടാണോ റെഡ് കാർഡാണോ ഗ്രീൻ കാർഡാണോ എന്നുള്ളത് അവസാന കാർഡിൽ എന്തായാലും ഉണ്ട്, സിനിമയുടെ കാർഡിൽ. കേരളത്തിലെ വലിയ സൈക്കോ ഷമ്മി നമ്മുടെ ഫഹദാണ്. അപ്പം ഫഹദിന്റെ വെല്ലോ സൈക്കോ ബിനു 20-ാം തീയതി നല്ലത്. പക്ഷെ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും സാമ്യം ഉണ്ടോ രണ്ടാളും തമ്മിലുള്ള ഏതെങ്കിലും? ഇല്ല, രണ്ടും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഷമ്മിയുടേത് എന്റെ ഡിഫറെന്റ് ആണ്. നമ്മുടെ ഈ ഒരു സാമ്യമുണ്ട്, ഒരേ ഒരു സാമ്യം.